വിശദമായി നോക്കാം. മൂന്നാറിലെ സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ് സർവകക്ഷി യോഗം. അതേസമയം സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി പരിസ്ഥിതി പ്രവർത്തകരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുകയാണ്. മാധ്യമപ്രവർത്തകരുമായും മതമേലധ്യക്ഷന്മാരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തും. യോഗങ്ങളുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടാണോ മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നത്? ഏത് വിധത്തിലാണ് സർവകക്ഷി യോഗത്തിന് മുന്നോടിയായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്? മനു, ആദ്യം പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചർച്ച ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് 4 പ്രത്യേക യോഗങ്ങളാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേതാണ് പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും അതോടൊപ്പം തന്നെ പരിസ്ഥിതി സ്നേഹികൾ ഉൾപ്പെടെ വിവിധ സംഘടനാ പ്രതിനിധികളുമാണ് ഈ യോഗത്തിനകത്ത് ഇപ്പോൾ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി കൂടാതെ വനം വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, പരിസ്ഥിതി, റവന്യൂ, വനം വകുപ്പിലെ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ദേവികുളം സബ് കളക്ടർ ശ്രീറാം യോഗത്തിൽ പങ്കെടുക്കുന്നു. മറ്റ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരും യോഗത്തിനകത്തുണ്ട്. ഇതിനകത്ത് ആദ്യം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മൂന്നാറിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള, ഇപ്പോൾ കയ്യേറ്റം വളരെ രൂക്ഷമായി നിൽക്കുകയും അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു റിപ്പോർട്ട് അവതരണമാണ് പരിസ്ഥിതി പ്രവർത്തകർ നടത്തുന്നത്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൂടുതൽ കയ്യേറ്റം, കുന്നുകൾ ഇടിച്ചുള്ള കയ്യേറ്റം നടത്തിയിട്ടുള്ള മേഖലകൾ, അതുപോലെ തന്നെ നദീതീരങ്ങൾ കയ്യേറിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയായിരിക്കും പരിസ്ഥിതി പ്രവർത്തകർ ഈ യോഗത്തിനകത്ത് ഉന്നയിക്കുന്നത്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയുള്ള ഏതൊക്കെ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതും ഇവർ ഈ ഒരു ചർച്ചയിൽ പറയും. സുഗതകുമാരിയും ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകരുടെ എല്ലാം അഭിപ്രായം മുഖ്യമന്ത്രി കേൾക്കും. അതിനുശേഷമായിരിക്കും മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ സർക്കാർ ഏത് തരത്തിലാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള സംബന്ധിച്ച് ഇവരുമായി ഒരു ആശയവിനിമയം നടത്തുക. 12 മണിയോടുകൂടി തന്നെ വിവിധ മാധ്യമങ്ങളുടെ ന്യൂസ് മേധാവിമാരുമായിട്ടുള്ള ചർച്ച ആരംഭിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള ചർച്ച മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും അതുപോലെ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടക്കുക എന്നുള്ളതാണ്. വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അതുപോലെ തന്നെ ഈ യോഗത്തിന് ശേഷം സർവകക്ഷി യോഗം വൈകുന്നേരം നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വരുന്നത്, വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനായിരിക്കും ഈ യോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. കാരണം അത്തരത്തിൽ ഒരു പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള വൻകിട കയ്യേറ്റങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാനാവുകയുള്ളൂ എന്നുള്ളത് തന്നെയായിരിക്കും ഇതിനകത്ത് ഉയർന്നു വരുന്നത്. ഇതനുസരിച്ച് വനം വകുപ്പിൻ്റെയും അതുപോലെ റവന്യൂ വകുപ്പിൻ്റെയും പരിസ്ഥിതി വകുപ്പിൻ്റെയും അതുപോലെ ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെയും ഒക്കെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഏകോപനവും മീറ്റിങ്ങും ഒക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ്. ഇത് മുഖ്യമന്ത്രി തന്നെ ഈ യോഗത്തിനകത്ത് പറയാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടുള്ള യോഗത്തിന് ശേഷം മാധ്യമപ്രതിനിധി, അതിനുശേഷം സഭാ മേലധ്യക്ഷന്മാരുമായിട്ടുള്ള ചർച്ച. വൈകുന്നേരമാണ് സർവകക്ഷി യോഗം ചേരുന്നത്. വിവിധ രാഷ്ട്രീയ പ്രതിനിധികളുണ്ടാകും, ഇടുക്കി ജില്ലയിലെ ജനപ്രതിനിധികളുണ്ടാകും, എംപിമാരടക്കമുള്ളവർ ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ടാകും. അവരുടെയൊക്കെ കൂടെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും വിശദമായിട്ടുള്ള ഒരു നിലപാട്, സർക്കാരിൻ്റെ നിലപാട് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് തന്നെ വിശദീകരിക്കുക. സുനിൽ, അതായത് ഈ സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മേഖലകളിൽ ഉള്ള ആളുകളുമായി ചർച്ച നടത്തി ഒരു നിലപാടിലേക്ക് വന്ന്, അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ തേടി അതുകൂടി സർവകക്ഷി യോഗത്തിൽ വെച്ച് പൊതുവായൊരു പരിഹാരത്തിലേക്ക് എത്തുക എന്നതാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ വിവിധ മേഖലകളിലുള്ളവരുടെ യോഗവുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും. കാരണം സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല. കയ്യേറ്റം ഒഴിപ്പിച്ച് ഈ ഭൂമി ഭൂരഹിതർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം. ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന തീരുമാനമെടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, ചില അഭിപ്രായ ഭിന്നതകൾ, എതിർപ്പുകൾ അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്നു. പ്രത്യേകിച്ച് ദേവികുളം സബ് കളക്ടറുടെ ഒഴിപ്പിക്കൽ നടപടി വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വഴിവെച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള കയ്യേറ്റം ഏതെങ്കിലും ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവരോട് സംസാരിച്ച് അവർ ഏത് രീതിയിൽ ആ കയ്യേറ്റത്തിൽ നിന്ന് പിൻവാങ്ങും എന്നുള്ളതും, അവർക്ക് എത്ര ദിവസം കാലതാമസം വേണ്ടിവരും, അവർക്ക് എത്ര കാലാവധി വേണ്ടിവരും ആ കയ്യേറ്റം ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് എത്ര സമയം വേണം, ഇതൊക്കെയാണ് ഇന്നത്തെ യോഗത്തിനകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള എതിർപ്പും
വരികയില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നിലപാട്. ആ നിലപാടനുസരിച്ചാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത്. കാരണം വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് കൊടുത്തിട്ട് നടപടി സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ, ഇതൊക്കെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇന്നിപ്പോൾ ചർച്ച പുരോഗമിക്കുക. അതനുസരിച്ച് സർവകക്ഷി രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്ത ശേഷം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. ഏതായാലും ഇപ്പോൾ സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരുമായി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയ വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും സുനിൽ അരുമാനൂർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. മലയാളത്തിൽ IS വാട്സപ്പ് പ്രചാരണം. അബു ഈസ അഡ്മിനായ അഫ്ഗാനിലെ ഫോൺ നമ്പറിൽ നിന്ന് മലയാളി യുവാക്കളെ ഉൾപ്പെടുത്തിയാണ് പ്രചാരണം. സന്ദേശം ലഭിച്ച കാസർഗോഡ് അണങ്കൂർ സ്വദേശിയുടെ പരാതിയിൽ NIA അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുന്നുണ്ട്. സണ്ണി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അമേരിക്കൻ ആക്രമണത്തിൽ ഈ തീവ്രവാദ സംഘടനയിൽ ചേരാൻ പോയ മലയാളികൾ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു എന്നത് സംബന്ധിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണോ ഇപ്പോൾ കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുക എന്നൊരു തന്ത്രവുമായി ഇവർ ഇപ്പോൾ ഈ വാട്സപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്? ഇതിലാണോ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്? തീർച്ചയായിട്ടും മനു, ഈയിടെ കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ 2 യുവാക്കൾ കാസർഗോഡ് തൃക്കരിപ്പൂരിനടുത്തുള്ള പടന്ന സ്വദേശികളായ 2 പേർ കൊല്ലപ്പെട്ടതായി വിവരം ലഭിച്ചിരുന്നു. ഒരാള് പടന്ന സ്വദേശി, മറ്റൊരാൾ പാലക്കാട് സ്വദേശിയായ യഹ്യ. ഇവർ 2 പേരുമായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. എന്നാൽ ഈ കൊലപാതകം, ഈ 2 പേരും മരിച്ചു എന്നുള്ളത് നിഷേധിക്കുന്ന നിലയിലുള്ളൊരു വാട്സപ്പ് വോയിസ് മെസ്സേജ്, അതായത് ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഇവർ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാം മതത്തിലെ ഒരു വിഭാഗത്തിലെ ചെറുപ്പക്കാരെ ഇവിടെ പ്രത്യേക കൂട്ടായ്മ നമ്പറുകൾ എടുത്തതിന് ശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. കൊല്ലപ്പെട്ടുവെന്ന് കരുതുന്ന പാലക്കാട് സ്വദേശി യഹ്യയുടെ സഹോദരൻ ഇസയാണ് ഇതിന്റെ അഡ്മിനായി ഇപ്പോൾ സംശയിക്കുന്നത്. അദ്ദേഹമാണ് മലയാളത്തിലുള്ള സന്ദേശം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന പടനയിൽ നിന്ന് ഈ സംഘത്തെ കൊണ്ടുപോകുന്നതിന് നേതൃത്വം കൊടുത്ത എഞ്ചിനീയർ ഉണ്ട്. അദ്ദേഹത്തിന്റെ വോയിസ് ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ അഡ്മിൻ അബു ഈസ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈസ മതം മാറിയ ക്രിസ്തുമതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച പാലക്കാട് സ്വദേശിയായ ബെറ്റ്സൺ ആണെന്ന് സംശയിക്കുന്നു. 200ഓളം പേർക്ക് ഈ മെസ്സേജ് കിട്ടിയതിനുടനെ ഇവിടെ നിന്നും ആളുകൾ അന്വേഷിച്ചിരുന്നു എന്തിനാണ് ഈ ഗ്രൂപ്പിന്റെ ആവശ്യം എന്ന നിലയിൽ. അന്വേഷിച്ചപ്പോൾ ഈ ഗ്രൂപ്പ് ഫോൺ നമ്പർ അഫ്ഗാനിസ്ഥാൻ നമ്പറാണെന്ന് ബോധ്യപ്പെട്ടു. തുടർന്ന് അന്വേഷിച്ചപ്പോൾ വോയിസ് മെസ്സേജാണ് തിരികെ മറുപടി വന്നത്. കേരളത്തിൽ നിന്ന് ISൽ ചേരാൻ പോയവർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ശരിയല്ല. ആ ജിഹാദ് ശരിയായ രീതിയാണ്. കേരളത്തിലുള്ളത് യഥാർത്ഥ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇസ്ലാം മതം യഥാർത്ഥ ഇസ്ലാം മതമല്ല, യഥാർത്ഥ ഇസ്ലാമികൾ ഞങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ 2 മലയാളികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ശരിയല്ല എന്ന നിലയിലുള്ള വോയിസ് മെസ്സേജാണ് ഇങ്ങോട്ട് തിരികെ ലഭിച്ചത്. ഉടനെ തന്നെ കാസർകോട്ടെ അണങ്കൂർ സ്വദേശിയായ ഹാരിസ് മസ്താനാണ് ഇങ്ങനെ ലഭിച്ച ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഒരാൾ. അദ്ദേഹം അപ്പോൾ തന്നെ ഈ ഹാരിസ് മസ്താൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെല്ലാം തന്നെ ഇതിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യുകയും വിട്ടുപോവുകയും പോലീസിൽ കാസർഗോഡ് CIക്ക് പരാതി നൽകിയായിരുന്നു. തുടർന്ന് പരാതി NIAക്ക് കൈമാറി. കഴിഞ്ഞ ദിവസം NIA കൊച്ചിയിൽ നിന്നും NIA യൂണിറ്റിന്റെ DYSP കാസർഗോഡ് വന്ന് തെളിവെടുപ്പ് നടത്തി തിരികെ പോയിട്ടുണ്ട്. മനു, ശരി. സണ്ണി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വാട്സപ്പിൽ ISുമായി ബന്ധപ്പെട്ട മലയാളത്തിൽ പ്രചാരണം നടക്കുന്നു. അഫ്ഗാൻ നമ്പറിൽ നിന്നാണ് ഈ പ്രചാരണം. ഈസ എന്നയാളാണ്, പാലക്കാട് സ്വദേശിയാണ് ഇയാളെന്ന് സംശയിക്കപ്പെടുന്ന ഇയാളാണ് ഇതിന്റെ അഡ്മിൻ എന്നൊരു സൂചനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും NIA വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാറിലെ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. ഈ സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി വിവിധ മേഖലയിലുള്ള ആളുകളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുനിൽ അരുമാനൂർ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സുനിൽ, ഇപ്പോൾ ഈ ചർച്ച ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ സംസാരിക്കുന്നത്. മനു, പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടാണ് ആദ്യ ചർച്ച നടക്കുന്നത്. പ്രത്യേകിച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒട്ടേറെ ഉള്ള ഒരു സ്ഥലമാണ് മൂന്നാർ എന്നുള്ളത് നേരത്തെ തന്നെ പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മൂന്നാറിലെ ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ പരിസ്ഥിതി പ്രവർത്തകരുടെ അഭിപ്രായം ആരായുക എന്നുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാറിലെ ഒഴിപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരുമായി ആദ്യഘട്ട ചർച്ച നടത്തുന്നത്. റവന്യൂ വകുപ്പ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ
മറ്റ് വകുപ്പ് സെക്രട്ടറിമാരും വനം വകുപ്പ് സെക്രട്ടറിയും പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിയും അടക്കമുള്ളവരാണ് ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രിയെ കൂടാതെ റവന്യൂ വകുപ്പ് മന്ത്രി, അതോടൊപ്പം വനം വകുപ്പ് മന്ത്രിയും ജില്ലാ കളക്ടറും സബ് കളക്ടർ ശ്രീറാം അടക്കമുള്ളവർ ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഏതൊക്കെ മേഖലയിൽ പ്രത്യേകിച്ച് കുന്നുകൾ കയ്യേറിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മൂന്നാറിൽ നിൽക്കുന്നത്. ഇത് പാരിസ്ഥിതിക ദോഷം ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ, പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു വിലയിരുത്തൽ. ഇതനുസരിച്ച് ഏതൊക്കെ മേഖലയിലാണ് പരിസ്ഥിതിക്ക് ആഘാതമാകുന്ന തരത്തിൽ കയ്യേറ്റം ഉണ്ടായിട്ടുള്ളത്, ഇത് സംബന്ധിച്ചുള്ള ഒരു വിശകലനമായിരിക്കും പരിസ്ഥിതി പ്രവർത്തകർ ഈ യോഗത്തിനകത്ത് നൽകുന്നത്. അത് കേട്ട ശേഷമായിരിക്കും വിവിധ ഉദ്യോഗസ്ഥരുമായിട്ട് ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തുകയും ഏതൊക്കെയാണ് ആദ്യം ഇത്തരത്തിൽ ഒഴിപ്പിക്കേണ്ടി വരിക, അവിടെ എവിടെയൊക്കെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് റവന്യൂ വകുപ്പ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിരുന്നു. വൻകിട കയ്യേറ്റങ്ങൾ ഏതൊക്കെയാണെന്നും ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഇന്നത്തെ ഈ യോഗത്തിനകത്ത് വിശദമായി തന്നെ ചർച്ച ചെയ്യും. ഈ പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രധാനമായും വരുന്നത് മാധ്യമ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ച തന്നെയാണ്. ന്യൂസ് മേധാവികളുമായിട്ട് വിവിധ പത്രങ്ങളിലെയും ചാനലുകളിലെയും ന്യൂസ് മേധാവികളുമായുള്ള ചർച്ച ഉണ്ടാകും. അവരുമായി ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിപ്പിക്കൽ നടപടികളുടെ വാർത്തയാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അതുപോലെ ഈ കയ്യേറ്റങ്ങളുടെ വിശദാംശങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറച്ചു വെക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വരികയാണെങ്കിൽ അതും ഈ ഒരു ചർച്ചയ്ക്കകത്ത് ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇതിനുശേഷമാണ് പ്രധാന ചർച്ച നടക്കുന്നത് മതമേലധ്യക്ഷന്മാരുമായിട്ടാണ്. അത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് മതമേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്താനായി തീരുമാനിച്ചിട്ടുള്ളത്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ഏതായാലും മൂന്നാർ ഭൂമി പ്രശ്നത്തിൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് വൈകിട്ട്. അതിനു മുമ്പ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി പരിസ്ഥിതി പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, മതമേലധ്യക്ഷന്മാർ, അങ്ങനെ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിലുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തുകയാണ് ഒരു പ്രശ്ന പരിഹാരങ്ങൾക്കായി അല്ലെങ്കിൽ ഒരു പൊതുവായ നിലപാട് കൊണ്ടുവരാൻ വേണ്ടി. MBBS BDS പ്രവേശനത്തിന് രാജ്യവ്യാപകമായി നടത്തുന്ന നീറ്റ് പരീക്ഷ ആരംഭിച്ചു. 52,305 MBBS BDS സീറ്റിലേക്കാണ് പ്രവേശന പരീക്ഷ നടക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. രാവിലെ 10 ആരംഭിച്ച പരീക്ഷ 1 മണിക്ക് അവസാനിക്കും. കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്ത് മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് നിർബന്ധമാക്കിയ ശേഷം നടക്കുന്ന ആദ്യ പ്രവേശന പരീക്ഷയാണിത്. രാജ്യവ്യാപകമായി 11 ലക്ഷത്തിലേറെ പേരാണ് പരീക്ഷ എഴുതുന്നത്. അഡ്മിറ്റ് കാർഡും പെർഫോമയും ഫോട്ടോയും ഒഴികെ മറ്റൊന്നും പരീക്ഷാ ഹാളിൽ അനുവദിച്ചില്ല. കുട്ടികളുടെ തിരക്ക് കണക്കിലെടുത്ത പരീക്ഷാ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ യോഗം CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്തു. LDF സർക്കാർ പ്രഖ്യാപിച്ച വായ്പാ തിരിച്ചടവ് സഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനായിരുന്നു യോഗം. നിരവധി പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിൽ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് എത്തിയത്. 9 ലക്ഷം രൂപ വരെ വായ്പയെടുത്ത് കടക്കണിലായ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയെക്കുറിച്ച് അറിയാനും സംശയങ്ങൾ ദൂരീകരിക്കാനുമായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. സർക്കാർ ഉത്തരവ് ഇറക്കി 15-ന് ശേഷം കോഴിക്കോട് ജില്ലയിലെ 16 CPIM ഏരിയ കമ്മിറ്റി ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുമെന്നും വായ്പ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങൾക്കും ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാമെന്നും യോഗത്തിൽ അറിയിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. മെഹബൂബ് കൺവീനറായിട്ടുള്ള ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റിയെയും രൂപീകരിച്ചിട്ടുണ്ട്. യോഗം CPIM ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പും ഗവൺമെന്റിന് വന്നതിന് ശേഷവുമെല്ലാം ഒരുപാട് ആളുകൾ ഞങ്ങളെ സമീപിക്കാറുണ്ടായി. അതായത് വായ്പ തിരിച്ചടക്കാൻ കഴിയുന്നില്ല, കടക്കണിയിലായി. ചിലരൊക്കെ ചില കുടുംബത്തിൽ അപൂർവം വളരെ വേദനാജനകമായ നിലയിൽ ആത്മഹത്യയിലേക്കൊക്കെ പോയിട്ടുണ്ട്. ജനങ്ങളോട് ആഭിമുഖ്യമുള്ള, താല്പര്യമുള്ള, ഇതിനെയെല്ലാം സഹാനുഭൂതിയോടുകൂടി സമീപിക്കാൻ സന്നദ്ധതയുള്ള ഒരു സർക്കാർ എന്നുള്ള നിലക്ക് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത് അനുഭാവപൂർവ്വം ഇത് കാണുകയും പരിഗണിക്കുകയും ചെയ്തു.
വിശദമായ ഒരു ആലോചന നടത്തി അങ്ങനെയാണ് ഇങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. പ്രശ്നപരിഹാരത്തിനായി നിരവധി പേരാണ് യോഗം നടന്ന കോഴിക്കോട് NGO യൂണിയൻ ഹാളിലേക്ക് എത്തിയത്. LDF സർക്കാരിന്റെ പദ്ധതി വലിയ ആശ്വാസം നൽകുന്നതായി വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ പറയുന്നു. 2 കുട്ടികളാണ് എനിക്ക് പഠിക്കുന്നത്. ഒരാൾ എഞ്ചിനീയറിംഗിനും ഒരാൾ നഴ്സിംഗിനും പഠിക്കുകയാണ്. ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത് കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. ഈ സർക്കാരിനെ മറക്കൂല, പിണറായി വിജയനെ ഞങ്ങൾ മറക്കൂല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒക്ടോബർ വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റെഡ് വോളണ്ടിയർ മാർച്ച് നഗരത്തെ ചുവപ്പണിയിച്ചു. പരേഡിൽ സീതാറാം യെച്ചൂരി സല്യൂട്ട് സ്വീകരിച്ചു. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ ജനവിരുദ്ധമായ ചതുർമുഖ നയങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. QAC മൈതാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് വാദ്യമേളങ്ങൾ മികവേകി. മാർച്ചിന്റെ മുൻനിര സമ്മേളനവേദിയായ ആശ്രാമം മൈതാനത്ത് എത്തുമ്പോഴേക്കും മഴ ആരംഭിച്ചിരുന്നു. ഇത് അവഗണിച്ചാണ് വോളണ്ടിയർമാർ പരേഡിൽ അണിനിരുന്നത്. 17 ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പരേഡ്. സീതാറാം യെച്ചൂരി സല്യൂട്ട് സ്വീകരിച്ചു. സോഷ്യലിസത്തിന് തിരിച്ചടിയേറ്റത് അത് ഉയർത്തിപ്പിടിച്ച തത്വശാസ്ത്രത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, അത് നടപ്പാക്കിയ രീതിയുടെ പോരായ്മ കൊണ്ടാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നുവെങ്കിലും അത് ഉയർത്തിയ ആശയം നിലനിൽക്കുന്നുണ്ടെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. സംഘപരിവാറിന് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു ഉത്കണ്ഠയുമില്ല. അവർ എതിരാളികളായി കാണുന്നത് ഇടതുപാർട്ടികളെയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. The enemies of communism and socialism continue to propagate all this disinformation, but I would like them to come to Kollam and see the 10,000 volunteers here in these red clothes and red dresses, and to say that socialism is invincible, that is not going to die, it cannot die, that is the future of mankind. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസൻ, K വരദരാജൻ, K സോമപ്രസാദ് MP, MLA-മാരായ M നൌഷാദ്, M മുകേഷ്, CPM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, XNS തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സിന്ധു ജോയി വിവാഹിതയാകുന്നു. UK-ലെ ബിസിനസ്സുകാരനും മുൻ മാധ്യമപ്രവർത്തകനുമായ ശാന്തിമോൻ ജേക്കബാണ് വരൻ. മെയ് 27-ന് വിവാഹം നടത്താനാണ് തീരുമാനം. ഫേസ്ബുക്കിലൂടെ സിന്ധു ജോയ് തന്നെയാണ് വിവാഹകാര്യം അറിയിച്ചത്. വിവാഹത്തിന് ശേഷം ലണ്ടനിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് സിന്ധു ജോയി പീപ്പിൾ TVയോട് പറഞ്ഞു. വരൾച്ചാക്കെടുതികളിൽ വലയുന്ന പാലക്കാട്ടെ നെൽകർഷകർ ഒന്നാം വിളയിറക്കാനാവാതെ പ്രതിസന്ധിയിൽ. കേന്ദ്രത്തിന്റെ വരൾച്ചാ നഷ്ടപരിഹാരം ലഭിക്കാത്തതും ആവശ്യത്തിന് വേനൽ മഴ കിട്ടാത്തതും കർഷകർക്ക് തിരിച്ചടിയായി. എന്നാൽ സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. വിഷു കഴിഞ്ഞ് വേനൽ മഴയെത്തുന്നതോടെ വിത്തിറക്കണമെന്നാണ് വിശ്വാസമെങ്കിലും ഇക്കുറി നെല്ലറിയിലെ കർഷകർ മടിച്ചു നിൽക്കുകയാണ്. വേണ്ടത്ര മഴ ലഭിക്കാത്തതും കേന്ദ്രത്തിന്റെ വരൾച്ചാ നഷ്ടപരിഹാരം വൈകുന്നതുമാണ് കൃഷിയിറക്കുന്നതിൽ നിന്ന് കർഷകരെ പിന്തിരിപ്പിക്കുന്നത്. വിള നശിച്ചതിന്റെ പട്ടികയും നഷ്ടത്തിന്റെ കണക്കുമെല്ലാം കേന്ദ്ര സംഘത്തിന് കൈമാറിയെങ്കിലും തീരുമാനമൊന്നും ആയിട്ടില്ല. നെൽകർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാർ കൂടി തയ്യാറാകണമെന്ന് കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ തന്നെ 305 കോടി രൂപയിൽ പരം വരുന്ന നഷ്ടമാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ നൽകിയ നിവേദനത്തിൽ 717 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ലഭ്യമാക്കത്തക്ക രൂപത്തിൽ സമീപനം എടുക്കണം. കൃഷിക്കാർക്ക് വിത്തും വളവും സൗജന്യമായി നൽകാനുള്ള സംവിധാനം ഉണ്ടാകണം. കൃഷിക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ള സംവിധാനം ഉണ്ടാകണം. രണ്ടാം വിളക്ക് ആവശ്യമായ വെള്ളമുണ്ടാകില്ലെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്ത് 13,000 ഹെക്ടർ തരിച്ചിടുന്ന അവസ്ഥ ഇത്തവണ പാലക്കാടുണ്ടായി. എന്നാൽ കൃഷിയിറക്കാത്തവർക്ക് നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന കേന്ദ്ര സംഘത്തിന്റെ തീരുമാനം കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. എങ്കിലും നഷ്ടപരിഹാരം നൽകുന്നത് പരിഗണിക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പിന്മേൽ ഒന്നാം വിള ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. ഇൻഷുറൻസ് തുക, ഉഴവുകൂലി, സബ്സിഡി എന്നിവ സംയോജിപ്പിച്ച് ഹെക്ടറിന് 46,000 രൂപ ലഭ്യമാക്കാനുള്ള ആശ്വാസ പദ്ധതിയാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.